ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നോഹയെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. നോഹയെക്കുറിച്ച് ചില വിലയേറിയ പാഠങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാനും അനുകരിക്കാനും കൊള്ളാവുന്ന പാഠങ്ങൾ, വളരെ വിലപ്പെട്ടതായ പാഠങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നോഹ ദൈവത്തോട് കൂടെ നടന്നു, വാക്കിംഗ് വിത്ത് ഗോഡ്. നോഹ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, വർക്കിംഗ് ഫോർ ഗോഡ്. നോഹ ദൈവത്തെ സാക്ഷിച്ചു, വിറ്റ്നസിങ് ഗോഡ്. നോഹ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, വെയിറ്റിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രളയം വരുമെന്നുള്ളതായ കൽപ്പന കിട്ടി, പെട്ടകത്തിൽ കയറി. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ ആൺമക്കൾ 3 പേരും ആൺമക്കളുടെ ഭാര്യമാർ 3 പേരും അങ്ങനെ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ കടന്നു. സകല ജീവജാലങ്ങളിൽ നിന്നും സകല ഭൂചര ജീവികളും എല്ലാം പെട്ടകത്തിൽ കടന്നു. പെട്ടകത്തിൽ കടന്ന് 7 ദിവസം കഴിഞ്ഞിട്ടേ മഴ പെയ്തു തുടങ്ങുന്നുള്ളൂ. ഏതാണ്ട് 1 വർഷത്തിലേറെക്കാലം പ്രളയം ഭൂമിയിൽ പൊങ്ങി നിന്നു. 40 ദിവസമാണ് മഴ നിരന്തരം പെയ്തത്. പക്ഷേ വെള്ളം പിന്നെയും പിന്നെയും പൊങ്ങിക്കൊണ്ടിരുന്നു. എല്ലാ മലകളുടെയും മുകൾ പരപ്പുകളിലും വൃക്ഷങ്ങളുടെ തലപ്പുകളുടെ മുകളിലും വെള്ളം പൊങ്ങി. ഭൂമിയിലൊക്കെയും വെള്ളം പൊങ്ങി. ആ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഭൂമിയിലൊക്കെയും വെള്ളം പൊങ്ങി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ആ വെള്ളം ഭൂമിയിൽ കുറഞ്ഞു വന്നതിനെക്കുറിച്ച് നാം വായിക്കുന്ന ഭാഗത്ത് നാം കാണുന്നു. 8-ാം അധ്യായം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. 600-ാം സംവത്സരത്തിലാണ് പ്രളയം തുടങ്ങുന്നത്. എന്നാൽ 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1-ാം മാസം 1-ാം തീയതി 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി. പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നോഹ നീക്കി. അതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ നടന്നു, അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. മേൽത്തട്ട് നീക്കി. ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. ഭൂതലമെല്ലാം ഉണങ്ങി, വെള്ളം കുറഞ്ഞു, വെള്ളം വറ്റി, ഭൂമി നല്ലപോലെ ഉണങ്ങി. ഒരു പുതിയ ഭൂമി. അതുവരെ ഉണ്ടായിരുന്ന ഭൂമി കളങ്കമുള്ള ഭൂമിയാണ്. ഇപ്പോൾ വെള്ളം കൊണ്ട് കഴുകിയൊരു ഭൂമി, പ്രളയജലത്തിൽ കഴുകിയെടുത്ത ഭൂമി. പ്രളയത്തിൻ്റെ ആ വലിയ ജലപ്പെരുപ്പത്തിൽ ഭൂമിയെ കഴുകിയെടുത്തു. പ്രളയം കഴിഞ്ഞു, വെള്ളം വറ്റി, ഭൂമി ഉണങ്ങി. നോഹ നോക്കി, ഈ ഭൂമി ഉണങ്ങിയെന്ന് കണ്ടു. അടുത്ത് 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ഈ 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. എന്നിട്ട് പക്ഷേ പിന്നെ പറയുന്നത് 2-ാം മാസം 27-ാം തീയതി 1 മാസവും പിന്നെ 27 ദിവസവും കഴിഞ്ഞ് പിന്നെ എന്തുണ്ടായി? 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇടജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. ഈ 1-ാം മാസം 1-ാം തീയതി വെള്ളം വറ്റിയതിന് ശേഷം നോഹ പിന്നെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ 1 വർഷത്തിലേറെ പെട്ടകത്തിൽ കഴിഞ്ഞതല്ലേ, എത്രയും വേഗം പുറത്തു കിടക്കാൻ ഒരാഗ്രഹം വരാമല്ലോ. വെള്ളം മുഴുവൻ വറ്റി, നിലമെല്ലാം സജ്ജമായി കടന്ന് എല്ലാം വെള്ളമെല്ലാം തീർന്നതുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. 1-ാം മാസം 1-ാം തീയതി വെള്ളം വറ്റിപ്പോയിരുന്നെങ്കിലും 2-ാം മാസം 27-ാം തീയതി വരെയും ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ടേ നോഹ പുറത്ത് കിടക്കുന്നുള്ളൂ. വെയിറ്റിംഗ് ഫോർ ലോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ധൃതി കൂട്ടരുത്, ധൃതിപ്പെടരുത്, നാം ബന്ധപ്പെടരുത്, നാം നമ്മുടേതായ വേഗത കൂട്ടരുത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, നോഹ കാത്തിരുന്നു. പെട്ടകത്തിൽ കടന്നിട്ട് അന്ന് 7 ദിവസം കാത്തിരുന്നു. പ്രളയം തുടങ്ങാനായി. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ വെള്ളം ഉണങ്ങി, എല്ലാം വറ്റി, എല്ലാം തീർന്നു. പക്ഷേ നോഹ പുറത്ത് കിടക്കുന്നില്ല. ദൈവം പറയണം പുറത്ത് കിടക്കാൻ. ഓരോ ചുവടുവെപ്പിലും വ്യക്തമായ നിർദ്ദേശം കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ചിന്തിക്കും, അത് അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്കങ്ങ് വ്യക്തമായ നിർദ്ദേശം കിട്ടുന്നില്ലല്ലോ.
അങ്ങനെ ഇന്ന വിധത്തിൽ ചെയ്യാവൂ, ഇന്നടുത്ത് പോവുക, ഇന്ന സ്ഥലത്ത് പോവുക, ഇത്ര സമയം അവിടെ നിൽക്കുക എന്നൊക്കെ നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തേനെ. ഇല്ല പ്രിയരെ, നിങ്ങൾ പറയും തെറ്റാണ്. നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടും, വ്യക്തമായ നിർദ്ദേശം കിട്ടും. ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നടത്തുന്ന ഒരാത്മാവുണ്ട്, നടത്താനൊരാത്മാവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വളരെ കൃത്യമായി നടത്തും, നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരും. അത് ഏത് വിധത്തിലാണെന്ന് എനിക്ക് വിവരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ചുവടുവെപ്പിലും നമ്മെ വഴി നടത്തും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പറയിൽ നിന്ന് കേൾക്കും. യെശയ്യാ പ്രവചനം 30-20 മുതൽ പ്രവാചകൻ പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പറയിൽ നിന്ന് കേൾക്കും. നമ്മെ നയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എങ്ങോട്ടാണ് തിരിയേണ്ടത്? വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തിരിയേണ്ടത്? ഇവിടെ ഒരു ക്രോസ് റോഡ്സ്, ഒരു ജംഗ്ഷനിൽ വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ ഏത് വഴിക്കാണ് തിരിയേണ്ടത്? ഒരു 4 വഴി കവലയിൽ ഞാൻ വന്നിരിക്കുന്നു. ഈ 4 വഴി കവലയിൽ ഇനി ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത്? കർത്താവേ, ഞാൻ എന്താണ് വേണ്ടത്? ജീവിതത്തിൻ്റെ 4 കവലകളിൽ നിൽക്കുമ്പോൾ, ജീവിതത്തിൻ്റെ 4 കവലകളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഊരാക്കുരുക്കളിൽപ്പെട്ട് വലയുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അഴലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ നോക്കാം. ഗോകുൽത്തായിൽ തിരുവിലാവ് തുറന്നവനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണ്ടി പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നത് എന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവായ യേശുവിനെ നിങ്ങൾക്ക് ധ്യാനിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഓരോ ചുവടുവെപ്പിലും വഴി നടത്താൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഏറ്റവും ആത്യന്തിക നന്മയെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നാഥനായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിളിക്കാം. ഏത് സമയത്ത് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് സ്തോത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം, അപ്പ എന്ന് വിളിക്കാൻ പദവി തന്ന ഒരു ദൈവം, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് പദവി തന്ന ദൈവം, നമുക്കങ്ങനെ അധികാരം തന്ന ദൈവം. ഈ നല്ലവനായ ദൈവത്തെ നിങ്ങൾ വിളിക്കണം. ഏത് ഭൗതിക വിഷയങ്ങളാകട്ടെ, ഏത് ആത്മീയമായ പ്രശ്നങ്ങളാകട്ടെ, നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഇരിക്കണം. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വേറിട്ടിരിക്കണം. നിങ്ങളിത് പ്രസംഗം കേട്ട് പോയാൽ പോരാ, ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ പോരാ. നിങ്ങളിത് ജീവിതത്തിൽ അനുവർത്തിക്കണം. നിങ്ങൾക്ക് ദിവസേന ഒരു ക്വയറ്റ് ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ദിവസേന ഒരു ഏകാന്ത സമയം ഉണ്ടായിരിക്കണം. നിങ്ങൾ ശാന്തമായി ദൈവസന്നിധി ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കണം. നിങ്ങൾ എത്ര പേര് ദൈവസന്നിധി ഇരിക്കുന്നുണ്ട്? ആരിപ്പോൾ കൈവെക്കണ്ട. പക്ഷേ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുന്നവരാണോ? നിങ്ങൾ ദൈവസന്നിധി ഇരുന്ന് കാത്തിരിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് തിരുത്താനുള്ളത് നിങ്ങൾ ചോദിക്കാറുണ്ടോ? കർത്താവെ, കാണിച്ചു തരണമേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശുദ്ധീകരണം വേണ്ടത് എവിടെയാണ്? ഏത് കാര്യത്തിലാണ് ഞാൻ തിരുത്താനുള്ളത്? എവിടെയാണ് ഇനിയും എൻ്റെ ജീവിതത്തിൽ തിന്മയുള്ളത്? എവിടെയാണ് ഇപ്പോഴിനി മാലിന്യം ബാക്കി നിൽക്കുന്നത്? എൻ്റെ സ്വഭാവത്തിൽ മാലിന്യം എവിടെയെല്ലാമാണ് തിരുത്താനുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് ശരിയാക്കാനുള്ളത്? എൻ്റെ കർത്താവേ, എൻ്റെ വഴികളെ ചൊവ്വാക്കാൻ എന്നെ അഭ്യസിപ്പിക്കണമേ. ദൈവമേ, നിൻ്റെ വചനപ്രകാരം നടത്തണമേ. യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, നീ എന്നെ പരീക്ഷിക്കണം. ഞാൻ കാണുന്നത് പോലെയല്ല കാണേണ്ടത്, മനുഷ്യരാരും കാണുന്നത് പോലെയല്ല കാണേണ്ടത്. നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? സ്വർഗത്തിലെ ദൈവമേ, ഒരു ദിവസം ഞാൻ നിൻ്റെ തിരുമുമ്പാകെ വരേണ്ടി വരുമല്ലോ. ഒരു ദിവസം ഞാൻ തിരുമുമ്പാകെ വന്ന് നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ദിവസം ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ദിവസം ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ദിവസം ആത്മാവ് ചെന്ന് കർത്താവേ, ന്യായവിധി ദിവസത്തിൽ ഞാൻ ഇതാ തിരുമുൻപാകെ നിൽക്കേണ്ടി വരുമല്ലോ. അന്ന് ഞാൻ നിസ്സഹായനായി പോകാൻ ഇടവരരുത്. അന്ന് എനിക്ക് ആക്കുമുട്ടിപ്പോകാൻ ഇടവരരുത്. അന്ന് ഏതുവായി അടയുന്ന സമയത്ത് എല്ലാ നാവും അടയുമ്പോൾ ഞാനും നാവ് അടഞ്ഞവനായി നിൽക്കാൻ ഇടവരരുത്. കർത്താവേ, എനിക്ക് തിരുമുൻപാകെ മുഖശോഭയോടെ, മുഖപ്രസന്നതയോടെ, പ്രാഗൽഭ്യത്തോടെ വരുവാൻ എനിക്കതിനെ ഇവിടെ വെച്ച് ഒരുക്കം തരണം. എവിടെയാണ് തിരുത്താനുള്ളത്? എൻ്റെ കർത്താവേ, ഇവിടെയുള്ളതായ മായയായ കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് ലയിച്ചും അതിൽ അലിഞ്ഞും എൻ്റെ ജീവിതം താറുമാറാക്കാനുള്ളതല്ലല്ലോ. ഇന്ന് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും, ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്കും, ലോകത്തിൻ്റെ വെറുക്കൂത്തിലേക്കും, ലോകത്തിൻ്റെ പാപങ്ങളിലേക്കും, ലോകത്തിൻ്റെ ധനസമൃദ്ധിയിലേക്കും, ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളിലേക്കും എൻ്റെ മനസ്സ് പായാൻ പാടില്ലല്ലോ. കർത്താവേ, എൻ്റെ മനസ്സ് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനുള്ളതുമാണല്ലോ. അനേകരെ ഒരുക്കാനുള്ള ഒരാളത്വമാണല്ലോ നീ എനിക്ക് തന്നത്. കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുങ്ങണം, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. അതിനുള്ളതായ കൃപ നീ എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങൾ നടത്താൻ തുടങ്ങും.
വളരെ കൃത്യമായി നടത്തും, വളരെ കൃത്യമായി, വളരെ ചൊവ്വായി നടത്തും. ഒരാൾ ഈ നല്ല കാര്യം ആഗ്രഹിച്ചാൽ തരില്ലെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദൈവത്തിന് സ്തോത്രം. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താണ് കേട്ടത്? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ശുദ്ധീകരിക്കാൻ എന്താണ് ശുദ്ധീകരണം വേണ്ടത്, എവിടെയാണ് തിരുത്താനുള്ളത്, കാണിച്ചു തരണമേ നിങ്ങൾ ചോദിക്കണം. അതെല്ലാമാണ് കാത്തിരിക്കേണ്ടത്. വെയിറ്റിംഗ് ഫോർ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം, തിരുത്തലിന് വേണ്ടി കാത്തിരിക്കണം, ദൈവത്തിന് എള്ളപ്പാട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം, ദൈവത്തിന് നടത്തിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. നോഹ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. നോഹ ചെയ്യാനുള്ള, പക്ഷേ അതുകൊണ്ട് നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല ചെയ്ത്. നോഹ ഒന്നും ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്താണ്? നോഹ ഒരു ദിവസം ഒരു മലങ്കാക്കയെ പറത്തി വിട്ടു. നോക്കാം എന്താണ്, വായിക്കാം. 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം വരെ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 10-ാം മാസം 1-ാം തീയതി പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. പെട്ടകത്തിന് ആ മുകളിലത്തെ തട്ടിൽ 3 തട്ടുള്ളതിൽ മുകളിലത്തെ തട്ടിൽ ഒരു കിളിവാതിൽ ഉണ്ടാക്കിയിരുന്നു. ആ കിളിവാതിൽ നോഹ ചെന്ന് തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. നോഹ പുറത്തേക്ക് വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെയും പോയും വന്നുമിരുന്നു. മലങ്കാക്ക ഒരു അശുദ്ധ ജീവിയാണ്. ഇവിടെ അഴുക്കുണ്ട്. ഭൂമിയിൽ വെള്ളം വറ്റിയിട്ടില്ലാത്ത ഭൂമിയിൽ, ഉണങ്ങിയിട്ടില്ലാത്ത ഭൂമിയിൽ അവിടെ ചെളിയും ചേറുമുണ്ട്. മലങ്കാക്ക് ഇതിന് വിഷമമില്ല. മലങ്കാക്ക ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, പിന്നെ വരും, ഇടയ്ക്ക് പോകും, ഇങ്ങനെ വന്നും പോയി വരുന്നു. എന്നാൽ നോഹ എന്ത് ചെയ്തു? ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. മലങ്കാക്കയെ വിട്ടിട്ട് കാര്യം മനസ്സിലാകുന്നില്ല. കാരണം മലങ്കാക്ക വന്നും പോയിരിക്കുന്നു. അതിൻ്റെ കാലിൽ ചെളിയുണ്ട്. ചെളിയിൽ ചവിട്ടാൻ മലങ്കാക്കയ്ക്ക് മടിയില്ല. അതുകൊണ്ട് ഒരു കാര്യവും കൃത്യമായിട്ട് അറിയാൻ വയ്യ. ഒരു പ്രാവിനെ പറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. പ്രാവ് എങ്ങും ചെളിയിൽ തൊട്ടില്ല. ആ ചെളിയിലൊന്നും കാലുകുത്തിയില്ല. പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു. കൈനീട്ടി നോഹ പ്രാവിനെ പിടിച്ചു, തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. തൻ്റെ അടുക്കൽ പെട്ടകത്തിനകത്താക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. വീണ്ടും ആ പ്രാവിനെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പുറത്തുവിട്ടു. വെള്ളം പറ്റിയോ അറിയാനായിട്ട് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ അടുക്കലേക്ക് വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. ഈ പ്രാവശ്യം പ്രാവ് വന്നപ്പോൾ പ്രാവിൻ്റെ കൊക്കിൽ ഒരു പച്ച ഒലിവില. അപ്പോൾ ഒലിവ് മരത്തിൻ്റെ തലപ്പൊക്കെ കാണാറായി എന്നർത്ഥം. ആ ഒലിവ് മരത്തിൻ്റെ തലപ്പ് കാണാറായി. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ട്. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ നിറവേറി വരികയാണ്. ആശ നിറവേറി വരികയാണ്. വെള്ളം വറ്റി വരുന്നു. ആ ഒലിവ് മരത്തിൻ്റെ ആ ചില്ലയിൽ നിന്ന് ഒരു പച്ച ഒലിവില കൊത്തിക്കൊണ്ടാണ് വരുന്നത്. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാവിനെ പുറത്തേക്ക് പുറത്തുവിട്ടു. പിന്നെ ആ പ്രാവ് വന്നില്ല. പ്രാവിന് ഇരിക്കാൻ സ്ഥലം കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ കാണിച്ചതിൻ്റെ അർത്ഥം? സഹോദരങ്ങളെ, പ്രാവ് വിശുദ്ധ ജീവിയാണ്. പ്രാവ് അഴുക്കിലിരിക്കുകയില്ല. പ്രാവ് തിന്മയിലിരിക്കുകയില്ല. പ്രാവ് മാലിന്യത്തിലിരിക്കുകയില്ല. ആ പ്രാവിനിരിക്കാൻ ഇടമുണ്ടോ? പ്രാവിനെ പറത്തിവിട്ടു. മലങ്കാക്കയെ പറത്തിവിട്ടു. ആ മലങ്കാക്ക വന്നും പോയി വരുന്നു. നോഹ എന്നാൽ പ്രാവിനെ പറത്തിവിട്ടു. പ്രാവ് ചെന്നു. അതിന് ഇരിക്കാനിടം കിട്ടുന്നതുവരെയും അത് മടങ്ങി വന്നു. ആദ്യത്തെ പ്രാവശ്യം മടങ്ങി വന്നു. പ്രാവിന് കാൽ വെപ്പാൻ സ്ഥലം കിട്ടിയില്ല. എന്നാൽ 2-ാം പ്രാവശ്യം പിന്നെയും പ്രാവിനെ പറത്തിവിട്ടു. ഈ പ്രാവശ്യം പ്രാവ് വന്നപ്പോൾ ഒരു പച്ച ഒലിവില കൊക്കിൽ, ചുണ്ടത്ത് പച്ച ഒലിവില. പ്രതീക്ഷയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇന്നും ഈ പെട്ടകത്തിൽ നിന്ന് പ്രാവിനെ പറത്തിവിടുന്നുണ്ട്. സ്വർഗീയ പെട്ടകത്തിൽ നിന്ന് പ്രാവ് പറന്നു വരുന്നുണ്ട്. ഇരിക്കാനിടമുണ്ടോ? പ്രാവ് തിരികെ പറന്നു പോകുന്നുണ്ടോ? തിരികെ പറന്നു പോകേണ്ടി വരുന്നുണ്ടോ? ഇരിക്കാനിടമില്ല.
അശുദ്ധമാണ്. അശുദ്ധിയുള്ളിടത്ത് പ്രാവിനിരിക്കാൻ ഇടമില്ല, പ്രാവ് ഇരിക്കുകയില്ല. മാലിന്യമാണ്, ഇരിക്കാൻ സ്ഥലമില്ല, അല്പം പോലും സ്ഥലമില്ല. ന്യായവിധിയുടെ പ്രളയം പൊങ്ങി നിൽക്കുന്നു, വെള്ളം പൊങ്ങി നിൽക്കുന്നു, ന്യായവിധിയുടെ ജലം പൊങ്ങി നിൽക്കുന്നു, ശിക്ഷാവിധിയുടെ പ്രളയം പൊങ്ങി നിൽക്കുന്നു, ഇരിക്കാനിടമില്ല. അനേക ജീവിതത്തിൽ ശിക്ഷാവിധിയുടെ പ്രളയം നിൽക്കുന്നു, പ്രാവിനിരിക്കാനിടം കിട്ടിയിട്ടില്ല. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഈ പ്രാവിന് കാലുവെപ്പാൻ സ്ഥലമുണ്ടോ? ഇതുവരെയും സ്ഥലമില്ലാതിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? പ്രാവിനിരിക്കാൻ നീ ഇടം കൊടുത്തിട്ടില്ല. മകളെ, നിൻ്റെ ജീവിതത്തിൽ ഈ പ്രാവിനിരിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? പ്രാവിനിരിക്കാൻ ഇടം കിട്ടിയിട്ടില്ല. പ്രാവ് തിരികെ പറന്ന് ചെല്ലുകയാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹവാനാണ്. ഇനിയും അവസരം തരികയാണ്. പ്രാവിനെ വീണ്ടും പറത്തി വിടുകയാണ്. പ്രാവ് വീണ്ടും പറന്ന് ചെല്ലുകയാണ്. പ്രാവിൻ്റെ രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഈ പ്രാവശ്യം പ്രാവിന് ഒരു പച്ച ഒലിവില കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായവിധി കുറഞ്ഞു വരുന്നു, പ്രളയം താണു വരുന്നു. ഭാഗ്യം തന്നെയല്ല, വെള്ളം കുറഞ്ഞു വരുന്നു. അത് ഒരു നല്ല സൂചനയാണ്, നല്ല ലക്ഷണമാണ്. ആശയ്ക്ക് വകയുണ്ട്, വെള്ളം കുറയും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രാവ് ഒരു പച്ച ഒലിവിലയായി തിരികെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പ്രാവ് ദൈവസന്നിധിയിലേക്ക് പറന്നു ചെല്ലുമ്പോൾ, നിത്യപിതാവിൻ്റെ അരികിലേക്ക് ഈ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് പറന്ന് തിരികെ ചെല്ലുമ്പോൾ പച്ച ഒലിവില കൊണ്ടു ചെല്ലുമോ? ഈ മകന് മാറ്റം വന്നു തുടങ്ങി, ഈ മകൾക്ക് മാറ്റം വന്നു തുടങ്ങി, അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി, അവളുടെ തെറ്റുകൾ കണ്ടുപിടിച്ചു തുടങ്ങി. അവളുടെ തെറ്റുകൾക്ക് അവൾക്കൊരു പാവബോധം വരുന്നുണ്ട്. അവളുടെ നാവിൽ കൂടി വന്ന വാക്കുകളെ ഓർത്ത് അവൾ പശ്ചാത്തപിക്കുന്നുണ്ട്. അവളുടെ മനോഭാവത്തിലുള്ളതായ അവിശ്വാസം ഓർത്ത് അവൾ പശ്ചാത്തപിക്കുന്നുണ്ട്. അവളുടെ വാക്കുകൾ വന്നുപോയ ഹീനമായ പ്രയോഗങ്ങൾ ഓർത്ത് അവൾക്ക് പശ്ചാത്താപം വരുന്നുണ്ട്. അവൻ്റെ പെരുമാറ്റത്തിലെ ദൂഷ്യവും കോപവും വാശിയും വഴക്കും പിണക്കവും വൈരാഗ്യവും അതെല്ലാം ഓർത്ത് അവൻ അനുഭവിക്കുന്നുണ്ട്. ആശയ്ക്ക് വകയുണ്ട്. പ്രാവിനിരിക്കാൻ അധികം താമസിയാതെ സ്ഥലം കിട്ടും, പ്രാവിനിരിക്കാനുള്ള ഇടം കിട്ടും. പച്ച ഒലിവിലയുമായി പറന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് ഈ ജീവനുള്ള പ്രാവ് പറന്നു വരുമ്പോൾ പച്ച ഒലിവില കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ കൊടുത്തു വിടാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, ഇനിയും വൈകുകയില്ല, ഇനിയും താമസിക്കുകയില്ല. നിനക്കിരിക്കാൻ ഞാൻ ഇടം തരിക തന്നെ ചെയ്യും. ഇനി ഞാൻ വൈകുകയില്ല. ഇത്രയും കാലം എൻ്റെ ജീവിതം മലിനമായിരുന്നു, എൻ്റെ ജീവിതം അശുദ്ധമായിരുന്നു, എൻ്റെ ജീവിതം ലോകത്തിന് വേണ്ടിയുള്ളതായിരുന്നു, എൻ്റെ ജീവിതം തിന്മപ്പെട്ടതായിരുന്നു, എൻ്റെ ജീവിതം അശുദ്ധമായിരുന്നു. നാഥ, ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു വാക്ക് പറയുകയാണ്. ഞാനിതാ തിരുവൻപാക് തീരുമാനമെടുക്കുന്നു. പച്ച ഒലിവിലയുമായി പ്രാവ് പറന്നു പോകാൻ തക്കവണ്ണം, നാഥ, പ്രതീക്ഷയോടെ പ്രാവ് പറന്നു പോകാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നു. ഈ തീരുമാനം ഞാൻ മേലിൽ പാലിച്ചു കൊള്ളാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തീരുമാനം ഞാൻ പാലിക്കുന്നത് ഞാൻ തെളിയിക്കും. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കും, എൻ്റെ സംസാരം കൊണ്ട് ഞാൻ തെളിയിക്കും, എൻ്റെ പ്രവർത്തന പദ്ധതി കൊണ്ട് ഞാൻ തെളിയിക്കും. എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ ആളുമാറി എന്ന് ഞാൻ തെളിയിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ സ്വഭാവം മാറിയെന്ന് ഞാൻ തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറിയെന്ന് തെളിയിക്കണം. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തെളിയിക്കണം. വീട്ടിൽ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ജോലിയിലുള്ളതായ നിങ്ങളുടെ വിശ്വസ്തത കൊണ്ട്, കാര്യക്ഷമത കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട്, ഉത്തരവാദിത്വ ബോധം കൊണ്ട്, നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ ആൾ മാറിയെന്ന്. എന്നിട്ടോ ദൈവത്തിന് സ്തോത്രം, അടുത്ത 7 ദിവസം കഴിഞ്ഞ് പ്രാവിനെ വീണ്ടും അയച്ചു. ഈ പ്രാവശ്യം പ്രാവ് തിരികെ വന്നില്ല. പ്രാവിനിരിക്കാൻ ഇടം കിട്ടി. പ്രാവിനിരിക്കാൻ ഇടം കിട്ടി. ദൈവത്തിന് സ്തോത്രം. നോഹ കാത്തിരിക്കുകയാണ്. ഈ പ്രാവിനിരിക്കാനിടം കിട്ടുന്നവരെയും നോഹ കാത്തിരിക്കുകയാണ്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് സ്വർഗീയ പ്രാവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കാനിടം കിട്ടുന്നവരെയും നിങ്ങളിനി വിശ്രമിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ വിശ്രമം കൊടുക്കരുത്. ഒരു കാര്യത്തിലും നിങ്ങൾ ഇത് കിട്ടാതെ നിങ്ങൾ അടങ്ങരുത്. ഏതാണ് കിട്ടേണ്ടത്? സ്വർഗീയ പ്രാവിന് പറന്നിരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനിടം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന വാക്കിൽ ഞാൻ പുറകോട്ട് മാറുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ധാരാളം വചനം കേട്ടവരാണ്. നിങ്ങൾ വചനം കേട്ടതിൻ്റെ മടുപ്പോ ചെടുപ്പോ നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറില്ലേ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. നിങ്ങൾ ധാരാളം വചനം കേട്ടവരായതുകൊണ്ട് ഇന്ന് വചനത്തിന് നിങ്ങൾ വിലയില്ല. വചനത്തെ നിങ്ങൾക്ക് വിലയില്ല. വചനത്തെ നിങ്ങൾക്ക് മാനമില്ല. വചനത്തിൻ്റെ സാരസ്യം നിങ്ങൾ അനുഭവിക്കുന്നില്ല. ക്ഷമിക്കണം, നിങ്ങൾ ദയവായി ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തോട് നിങ്ങൾ പറയണം, ഈ പ്രാവിന് ഇരിക്കാൻ ഞാൻ ഇടം നൽകും. ഇനി ഈ പ്രാവ് പറന്ന് തിരികെ പോകാനിട വരാതെ എന്നിൽ സ്ഥിരമായി വസിക്കാൻ ഞാൻ ഇടം കൊടുക്കും. ഞാൻ എഴുന്നേൽക്കുകയും വീഴുകയുമല്ല, ഞാൻ ഇനി എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. ഇനി ഞാൻ വീഴുകയില്ല, വീഴാനിടം കൊടുക്കുകയില്ല. ഇനി ഞാൻ സ്ഥിരമായി മുന്നോട്ട് പോകും. ഓട്ടം സ്ഥിരതയോടെ
ഓടി ഓടും, വീണിട്ട് എഴുന്നേറ്റിട്ടും വീണിട്ട് എഴുന്നേറ്റ്. അങ്ങനെയല്ല, ഇനി സ്ഥിരമായി ഞാൻ ഓടും. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയണം, ഇനി മുന്നോട്ട്, ഇനി ഞാൻ വിശ്വാസിയായി നിൽക്കും. യേശുവേ, ഞാനിതാ എൻ്റെ ആളത്ത് നിനക്ക് തരുന്നു, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഏൽപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇടം കിട്ടുന്നതുവരെയും, പ്രാവിനിരിക്കാൻ ഇടം കിട്ടുന്നതുവരെയും കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോഹ, ഹി വാസ് വെയിറ്റിംഗ് ഫോർ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരാശയം നിങ്ങൾ പറയട്ടെ. ദാവീദ് ഗോലിയാത്തിനെ കൊന്നവനാണ്. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് മല്ലൻ്റെ തല ഒരു കയ്യിലും മല്ലൻ്റെ വാള് മറു കയ്യിലുമായി വളരെ സാഹസികമായ അത്യന്തം ഗൗരവമേറിയ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ദാവീദ് തിരികെ വരികയാണ്. ജയാളിയായി വരികയാണ്, ജയശാലിയായി വരികയാണ്. ജനമെല്ലാം ആർപ്പിടുന്നുണ്ട്. ദാവീദിൻ്റെ കയ്യിൽ മല്ലൻ്റെ തല, ദാവീദിൻ്റെ കയ്യിൽ മല്ലൻ്റെ വാള്. ആളുകൾ ആർപ്പിടുന്നു. ദാവീദ് സന്തോഷിച്ചു. അടുത്ത രാജാവ് ദാവീദാണ് എന്ന് പറഞ്ഞ് ആ അനുഭവം ലഭിക്കുന്നത് 1 ശമൂവേൽ 16-ാം അധ്യായത്തിലാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഗോലിയാത്തിനെ കൊല്ലുന്നതും ഗോലിയാത്തിൻ്റെ തല കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാവീദ് വരുന്നതും. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ദാവീദ്, അടുത്ത രാജാവാകാനുള്ള അഭിഷേകം പ്രാപിച്ച ദാവീദ്, ശൗൽ രാജാവിൻ്റെ ശേഷം രാജാവാകാൻ പോകുന്ന ദാവീദ് അതിനുള്ള എല്ലാ ലക്ഷണവും കാണിച്ചുകൊണ്ട് ജയത്തോടെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ദാവീദ് വരികയാണ്. ജനം ആർപ്പ് വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദാവീദിനൊരു തിടുക്കവുമില്ല. രാജാവാകാൻ തിടുക്കമില്ല. രാജാവാകാൻ വിളിയുണ്ട്, രാജാവാകാൻ അഭിഷേകമുണ്ട്, തലയിൽ അഭിഷേക തൈലം വീണിട്ടുണ്ട്. പക്ഷേ ദാവീദ് തിടുക്കം കാണിക്കുന്നില്ല. ഇത്രയും ജയം കിട്ടിയതല്ലേ, ഇനി ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞാൽ കയറി ഇരിക്കുന്നാൽ പോരെ? ദൈവത്തിന് സ്തോത്രം. ഇനി രാജാവ് ഞാനാണ്, ശൗലല്ല. ഞാൻ അഭിഷേകം കിട്ടിയവനാണ്. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഗോലിയാത്തിനെ കൊന്നത്? എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ ആർപ്പ് വിളിക്കാത്തത്? അന്ന് ആർപ്പ് വിളിച്ചവരല്ലേ? നിങ്ങളൊക്കെ ആർപ്പ് വിളിച്ചത്? ഞാനാ രാജാവ്. വേണമെങ്കിൽ പറയാം. പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി. പിന്നെയല്ലേ എതിർപ്പുകൾ. ശൗൽ രാജാവുമായിട്ടുള്ള എന്തോ ഒരു വലിയ പോരാട്ടമായിരുന്നു. എന്ത് വലിയ പോരാട്ടം. ദാവീദ് അവിടെയൊന്നും മടുത്തില്ല. ദൈവം എന്നെ അഭിഷേകം ചെയ്തതാണെങ്കിൽ അവൻ്റെ സമയത്ത് എന്നെ അവിടെ ആക്കിക്കൊള്ളും. ഞാനായിട്ട് പൊങ്ങണ്ട. ഞാൻ എന്നെ പൊക്കിയാൽ ഞാൻ പൊങ്ങുകയില്ല. ഉടയമ്പരാൻ പൊക്കിയാൽ ആര് താഴ്ത്തിയാലും താഴുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സംശയിക്കരുത്. വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. ഞാനായിട്ട് ഉയർത്തുകയില്ല, ഞാനായിട്ട് കയറി ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്നെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എനിക്ക് അഭിഷേകം തന്നതാണെങ്കിൽ, എൻ്റെ തലയിൽ ശമൂവേലിൻ്റെ തൈലക്കൊമ്പ് പകർന്നതാണെങ്കിൽ, തൈലം ഇറ്റിറ്റ് വീണതാണെങ്കിൽ, അഭിഷേകം എൻ്റെ തലമേൽ പകർന്നതാണെങ്കിൽ ദൈവം എന്നെ ആ സ്ഥാനത്ത് എത്തിച്ചുകൊള്ളും. അത് ഉറപ്പാണ്. എനിക്ക് അഭിഷേകം തന്നവൻ അവൻ എന്നെ ആ സ്ഥാനത്ത് അവൻ എന്നെ എത്തിക്കും. അതിന് സമയം തെറ്റുകയുമില്ല. ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് ബന്ധപ്പാടില്ല, ദാവീദിന് തിരക്കില്ല, ദാവീദ് ധൃതി കൂട്ടുന്നില്ല, ദാവീദ് ബന്ധപ്പെടുന്നില്ല. കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യുദ്ധം വരുമ്പോൾ, ശൗലെ കൊല്ലാൻ വരുമ്പോൾ, ശൗല് കുന്തം കൊണ്ട് കുത്തി ചുമരോട് ചേർത്ത് തറയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും ഒരു പതർച്ചയുമില്ല. ദാവീദിനറിയാം, എൻ്റെ ദൈവം എന്നെ കണ്ടതാണെങ്കിൽ എൻ്റെ ആയുസ് വേണ്ട സമയത്ത് അവൻ എടുത്തോളും, അതുവരെ എന്നെ ഉപയോഗിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം കുന്തം ചാണ്ടിയാലും, ദൈവത്തിന് സ്തോത്രം, ആരെല്ലാം എൻ്റെ നേരെ കുന്തം എറിഞ്ഞാലും, ആരെല്ലാം എതിർപ്പുണ്ടാക്കിയാലും എൻ്റെ ദൈവമാണ് എന്നെ അഭിഷേകം ചെയ്തതെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് അഭിഷേക തൈലം എൻ്റെ തലയിൽ വീണതെങ്കിൽ അവൻ്റെ സമയത്ത് അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നാം ധൃതി പിടിക്കരുത്. കാത്തിരിക്കുക. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ദയവായി നിങ്ങൾ ഈ വാക്കുകളെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തീരുമാനിക്കാൻ സാധിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നത്? ദൈവത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? കരുണയുള്ള കർത്താവേ, ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ പലതിനും ധൃതി കൂട്ടി പോയിട്ടുണ്ട്. കർത്താവേ, സ്വന്തം നിലയിൽ ഞാൻ ബദ്ധപ്പാട് കാണിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നിൻ്റെ സമയം എന്ത് എന്ന് ഞാൻ കാത്തിരുന്നിട്ടില്ല. ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നിട്ടില്ല. എന്നെ ഞാൻ വിനയപ്പെടുത്തിയിട്ടില്ല, എന്നെ ഞാൻ എളിമപ്പെടുത്തിയിട്ടില്ല, ഞാൻ താണിട്ടില്ല. കർത്താവേ, എൻ്റെ ഒരു സ്വയം പൊങ്ങി നിന്നിരുന്നു, എൻ്റെ ഒരു ഞാൻ പൊങ്ങി നിന്നിരുന്നു, എൻ്റെ ഒരു സ്വയം അഹമ്മതി പൊങ്ങി നിന്നിരുന്നു, എൻ്റെ ഒരു അഹം പൊങ്ങി നിന്നിരുന്നു, എൻ്റെ ഒരു സെൽഫ് പൊങ്ങി നിന്നിരുന്നു, എൻ്റെ ഈഗോ പൊങ്ങി നിന്നിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടത്. കർത്താവ്
കർത്താവേ, ഞാനിതാ എൻ്റെ ഈഗോ ഞാൻ താഴെ വയ്ക്കുന്നു, എൻ്റെ സ്വയത്തെ ഞാൻ താഴെ വയ്ക്കുന്നു, എൻ്റെ ശരികളെ ഞാൻ താഴെ വയ്ക്കുന്നു, എൻ്റെ ആത്മീയത്തെ ഞാൻ താഴെ വയ്ക്കുന്നു, എൻ്റെ ശുശ്രൂഷയെ ഞാൻ താഴെ വയ്ക്കുന്നു. യേശുവേ, എൻ്റെ നന്മകളെ ഞാൻ താഴെ വയ്ക്കുന്നു. നാഥ, എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളെ ഞാൻ താഴെ വയ്ക്കുന്നു, എനിക്ക് അഭിമാനമായി തോന്നിയതിനെല്ലാം താഴെ വയ്ക്കുന്നു. നാഥ, സകലവും താഴെ വെച്ചിട്ട് ഞാനിതാ എളിമപ്പെടുന്നു. യേശുവേ, കുരിശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയ രക്ഷകൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. കുരിശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയവൻ തുപ്പലേറ്റ്, കന്നത്തടിയേറ്റ്, മുഖത്ത് രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ട്, ശിരസിൽ മുൾമുടി വെച്ച് വിനയം ശീലിച്ചവനായി, രോഗം ശീലിച്ചവനായി, താഴ്മ ശീലിച്ചവനായി കുരിശും പേര് നടന്നുപോയവൻ്റെ പിറകെ പോകുവാൻ ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. ഞാനും വരുന്നു കർത്താവേ, നീ പോയ കാൽച്ചുവടുകളിൽ കൂടെ വരുവാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ, എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ ആണിപ്പാടുകൾ എൻ്റെ തലമേൽ വെച്ച് താഴ്മ എന്നെ അഭ്യസിപ്പിക്കണമേ, താഴുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. അങ്ങനെ നിൻ്റെ കരങ്ങളിലേക്ക് താണു തരുവാൻ എന്നെ തന്നെ ഞാൻ വിട്ടു തരുന്നു. ഇപ്പോഴിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, കാത്തിരുന്ന് ബലം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ മക്കളെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് സന്ദർശിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭീതിയിലിരിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകണമേ കർത്താവേ. ധൈര്യം നൽകണമേ, പ്രത്യാശ നൽകണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.